ഇത് നമ്മുടെ ട്വിൻ ബേബീസ് ആണ്. സോ ട്വിൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലേ, ഒരുപോലെ ഇരിക്കും, ഒരേ പ്രായം. പക്ഷേ ഈ ട്വിൻസിൻ്റെ പുറകിലുള്ള ഒരു സ്റ്റോറി എന്താണ്? അപ്പോൾ നമുക്കറിയാം ട്വിൻസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. മോണോസൈഗോട്ടിക് ട്വിൻസും ഉണ്ട്, ഡൈസൈഗോട്ടിക് ട്വിൻസ്. അപ്പോൾ മോണോസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സൈഗോട്ടിൽ നിന്ന് ട്വിന്നിങ് പ്രകാരം രണ്ട് കുഞ്ഞുങ്ങളായി വരുന്ന ഒരു പ്രക്രിയയാണ് മോണോസൈഗോട്ടിക് ട്വിൻസ് ഉണ്ടാകുന്നത്. ഡൈസൈഗോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു സ്പേമും ഒരു എഗ്ഗും മീറ്റ് ചെയ്യുന്നു, അടുത്തൊരു സ്പേമും അടുത്തൊരു എഗ്ഗും മീറ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് സെപ്പറേറ്റ് എഗ്ഗെന്നും സ്പേംസെന്നും രണ്ട് സെപ്പറേറ്റ് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനെയാണ് നമ്മൾ ഡൈസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് മോണോസൈഗോട്ടിക് ട്വിൻസ് ആണ്. കാരണം ഇവർ ക്രോമസോമലി ഐഡൻറ്റിക്കൽ ആയിരിക്കും. ക്രോമസോംസ് ഇവർ രണ്ടുപേരുടെയും ഏകദേശം സെയിം ആയിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ സെക്സ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഡൈസൈഗോട്ടിക് ട്വിൻസ് ആകുമ്പം സെക്സ് ഒരേ സെക്സ് ആകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്സ് ആകാം. പക്ഷേ അവർ ക്രോമസോമലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറയും. അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ രണ്ട് സെപ്പറേറ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന സഹോദരങ്ങളെ പോലെയുള്ള ഒരു സാമ്യതയാണ് അവർക്ക് ഉണ്ടാകാറുള്ളത്. ഇനി മോണോസൈഗോട്ടിക് ട്വിൻസിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അപ്പോൾ എഗ്ഗും സ്പേംസും മീറ്റ് ചെയ്ത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതിനുശേഷം ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഗർഭാശയത്തിലേക്ക് അത് എത്തുന്നത്. സോ ഗർഭാശയത്തിൽ എത്തുന്ന ഈ ഒരു സ്റ്റേജിനെയാണ് മോറുല എന്ന് പറയുന്നത്. ഈ ഒരു മോറുല സ്റ്റേജിൽ ഏകദേശം 50 to 100 എംബ്രിയോണിക് സ്റ്റെം സെല്ലുകളുള്ള ഒരു കോശങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ മോറുല എന്ന് പറയുന്നത്. ഈ 50 to 100 എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്നാണ് ഈ ഒരു മനുഷ്യ ശരീരം മുഴുവൻ ഉണ്ടാകുന്നത്. എത്ര മിറാക്കുലസ് ആയിട്ടുള്ള ഒരു മാറ്റമാണല്ലേ നടക്കുന്നത്. അപ്പം ഈ ഒരു മോണോസൈഗോട്ടിക് ട്വിൻസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇത് നടക്കുന്നത് ഈ ഒരു കോശങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന സ്പ്ലിറ്റിങ്ങുകളാണ്. ഫോർ എക്സാമ്പിൾ ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അതായത് ഈ കോശങ്ങൾ രണ്ടായിട്ട് വിഭജിക്കുന്നു എന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾക്ക് രണ്ട് സെപ്പറേറ്റ് പ്ലാസൻ്റ ആയിരിക്കും, രണ്ട് സെപ്പറേറ്റ് സാക്ക് ആയിരിക്കും. സോ ഇതിനെ നമ്മൾ മോണോ അല്ലെങ്കിൽ ഡൈകോറിയോണിക് ഡൈ അമ്നിയോട്ടിക് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയും. കാരണം രണ്ട് സെപ്പറേറ്റ് പ്ലാസൻ്റയും രണ്ട് സെപ്പറേറ്റ് സാക്കിലുമായിരിക്കും ഇവർ വളരുന്നത്. എന്നാൽ ഈ ഒരു സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ വിഭജനം നടക്കുന്നത് ഒരു 4 to 8 ഡേയ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് പ്ലാസൻ്റ ഉണ്ടാവില്ല. ഒരു സിംഗിൾ പ്ലാസൻ്റ ആയിരിക്കും, പക്ഷേ സെപ്പറേറ്റ് സാക്കിലായിരിക്കും ഇവർ വളരുന്നത്. അതിനെയാണ് നമ്മൾ മോണോകോറിയോണിക് ഡൈ അമ്നിയോട്ടിക് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2/3 ഓഫ് പ്രഗ്നൻസി, ട്വിൻ പ്രഗ്നൻസി മോണോകോറിയോണിക് ഡൈ അമ്നിയോട്ടിക് പ്ലാസൻറ്റേഷൻ ആണ് കാണിക്കാറുള്ളത്. ഈ ഒരു പ്ലാസൻറ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്തുള്ളതുപോലെ അകത്തും ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. കാരണം സിംഗിൾ പ്ലാസൻ്റേ ഉള്ളൂ. അപ്പോൾ ബ്ലഡിനും മറ്റും വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ വരുന്നു. ഒരു കുഞ്ഞിന് കൂടുതൽ ബ്ലഡ് കിട്ടുന്നു, ഒരു കുഞ്ഞിന് ബ്ലഡ് കുറവ് കിട്ടുന്നു. വളർച്ചക്കുറവ് ഒരു കുഞ്ഞിനുണ്ടാകുന്നു, മറ്റേ കുഞ്ഞിന് വളർച്ച കൂടുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള ചാൻസ് കൂടുതലുള്ളത് മോണോകോറിയോണിക് ഡൈ അമ്നിയോട്ടിക് പ്ലാസൻറ്റേഷനിലാണ്. സോ ഇത് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ മോണിറ്റർ ചെയ്യണം. വേറൊരു സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ഒരു 9 മുതൽ 13 ദിവസങ്ങൾക്ക് ശേഷം. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പ്ലിറ്റിംഗ് ആണ്. ഇതിൽ ഏകദേശം ഒരു ബേബിക്ക് ഈ രണ്ട് ബേബീസിനും കൂടെ ഒരു പ്ലാസൻ്റയും ഇവരെല്ലാവരും ഒരു സിംഗിൾ സാക്കിലുമാണ് വളരുന്നത്. ഇതിനെയാണ് നമ്മൾ മോണോകോറിയോണിക് മോണോ അമ്നിയോട്ടിക് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1 മുതൽ 2% ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് കാണുന്നത്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്വിൻ പ്രഗ്നൻസി ഏതാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മോണോകോറിയോണിക് മോണോ അമ്നിയോട്ടിക് പ്ലാസൻറ്റേഷൻ ആണ്. കാരണം ബേബീസ് ഒരു സാക്കിലാണ്. അപ്പം പൊക്കിൾ കൊടിയും മറ്റും എൻറ്റാഗിൾമെൻറ്റ് വരാനും അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ക്ലോസ് മോണിറ്ററിങ് വേണ്ട ഒരു ട്വിൻസാണ് മോണോകോറിയോണിക് മോണോ അമ്നിയോട്ടിക് പ്ലാസൻറ്റേഷൻ. പിന്നെ നമ്മൾ കേട്ട് കാണും തലയും ഒട്ടിച്ചേർന്ന ട്വിൻസ്, അതേപോലെ തന്നെ നെഞ്ചും ഒട്ടിച്ചേർന്നിരിക്കുന്ന ട്വിൻസ്. ഇതിനെയാണ് നമ്മൾ കൺജോയിൻറ്റ് ട്വിൻസ് എന്ന് പറയുന്നത്. ഇതിൽ സാധാരണയായിട്ട് വിഭജനം നടക്കുന്നത് ഒരു 13 ഡേയ്സ് ശേഷമായിരിക്കും. അതായത് 13, 14, 15 ഡേയ്സിന് ശേഷമുള്ള ഒരു വിഭജനത്തിൽ ഫുൾ സെപ്പറേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗം കൂട്ടിച്ചേർന്ന് കൺജോയിൻറ്റ് ട്വിൻസുകൾ രൂപപ്പെടും. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും വളരെ ക്ലോസ് മോണിറ്ററിങ് വേണ്ട ഒരു പ്രഗ്നൻസിയാണ് ട്വിൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓക്കെ.